കർഷകരുടെ പ്രതിഷേധത്തിന്റെ 200-ാം ദിനമായ ഇന്ന് ശംഭു അതിർത്തിയിൽ കർഷകരുടെ വമ്പൻ പ്രതിഷേധം. അതേസമയം ഈ നാഴികക്കല്ലിന്റെ ഭാഗമായി ഗുസ്തി താരം വിനേഷ് ഫോഗട്ടും പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമായി. ഫെബ്രുവരി 13 മുതൽ കർഷകർ ശംഭു അതിർത്തിയിൽ പ്രതിഷേധത്തിലാണ്. ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് അധികൃതർ അനുമതി നൽകിയിരുന്നില്ല. എല്ലാ വിളകളുടെയും താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ കർഷക സമരത്തിന് നേരത്തെ തന്നെ പിന്തുണ അറിയിച്ചതാണ് വിനേഷ് ഫോഗട്ട്. വിനേഷിനെ പൂമാലകൾ കഴുത്തിലണിയിച്ചാണ് കർഷകർ പ്രതിഷേധ ഭൂമിയിൽ സ്വീകരിച്ചത്. പ്രതിഷേധം തീർത്തും സമാധാനപരമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ എല്ലാ തീവ്രതയും കർഷക സമരത്തിനുണ്ടെന്ന് കർഷക നേതാവ് സർവാൻ സിംഗ് ഭാന്ദർ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കുകയാണ്. ഇതുവരെയും കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നാണ് സർവാൻ പറഞ്ഞത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിന് മുൻപാകെ സമർപ്പിക്കും. പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവണം. 200 ദിവസത്തെ പ്രതിഷേധം വലിയൊരു നാഴികക്കല്ലാണെന്നും സർവാൻ സിംഗ് പറഞ്ഞു വെക്കുന്നു. അതേസമയം ബോളിവുഡ് നടിയും BJP MPയുമായ കങ്കണയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ BJP നിലപാട് വ്യക്തമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ കർഷക മാർച്ചിനെതിരായ കങ്കണയുടെ പരാമർശം വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെ ഉയർന്നിരുന്നു. BJP ഇതോടെ കങ്കണയ്ക്ക് താക്കീതും നൽകുകയുണ്ടായി. BJPയുടെ ഉന്നത നേതൃത്വം വേണ്ടത്ര ശക്തമല്ലായിരുന്നുവെങ്കിൽ കർഷകരുടെ പ്രതിഷേധം രാജ്യത്തെ ബംഗ്ലാദേശിന് സമാനമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്നായിരുന്നു കങ്കണ റണാവത്ത് പറഞ്ഞത്. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ പ്രതിഷേധത്തിനിടെ ബലാത്സംഗം നടക്കുന്നുണ്ടെന്നും മാണ്ഡി MP കൂടിയായ കങ്കണ റണാവത്ത് ആരോപിച്ചിരുന്നു. ബംഗ്ലാദേശിലേതുപോലെ ഇതിനെല്ലാം പിന്നിൽ നീണ്ട ആസൂത്രണമുണ്ടായിരുന്നു. കർഷകരെ സഹായിക്കാൻ സർക്കാർ കൊണ്ടുവന്ന 3 ബില്ലുകൾ പിൻവലിക്കുമെന്ന് കർഷകർ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ അവർ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണെന്നും അവർ പറയുകയുണ്ടായി. ചൈനയും അമേരിക്കയും മറ്റു വിദേശ ശക്തികളും ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് കർഷകരെന്നും കങ്കണ തുറന്നടിച്ചിരുന്നു. ഇതാണ് കർഷകർ കങ്കണയ്ക്കു നേരെ ഇന്ന് വാളെടുക്കാൻ കാരണം. അതേസമയം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർഷകരുടെ നിലപാടും അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന സൂചന കർഷക നേതാക്കൾ നൽകിയിട്ടുണ്ട്. ഹരിയാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ശക്തിയാവാനുള്ള ശ്രമം കൂടിയാണ് കർഷകർ നടത്തുന്നത്. കർഷകർ ഇന്ന് രത്തൻപുര, കനോരി അതിർത്തികളിലും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. 200 ദിവസത്തോളമായി കർഷകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഇത് തീർത്തും വേദനാജനകമാണെന്നാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞത്. അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. കർഷകരാണ് നമ്മുടെ രാജ്യത്തെ ചാലകശക്തി. അവരില്ലാതെ ഒന്നും സാധ്യമാകില്ല. അത്ലറ്റുകൾ പോലും ഉണ്ടാകില്ല. അവർ വിശപ്പകറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ പോലും ആവില്ല. ഇവരെ കേൾക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ തവണ അവർ തെറ്റ് അംഗീകരിച്ചതാണ്. നൽകിയ വാക്കുപാലിക്കാൻ തയ്യാറാകണം. ആളുകൾ ഇപ്രകാരം തെരുവിലിരുന്നാൽ രാജ്യത്തിന് പുരോഗതിയുണ്ടാവില്ലെന്നും വിനേഷ് ഫോഗട്ട് പറയുന്നുണ്ട്.